ഹായ് ഹായ്. അതായത് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഇതൊരു പ്രോഗ്രാമാണ്. ഇത് കുറേ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊരു മാസ്റ്റർ പ്രോഗ്രാമുണ്ട്. അതുമായിട്ടുള്ള ബന്ധം വിട്ടുപോകുമ്പോൾ നമ്മൾ ചത്തുപോകുന്നത്. ആ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, ഇതിനകത്ത് കുറേ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഉണ്ട്. നമുക്ക് ദേഷ്യം വരണമെങ്കിൽ ഒരു ചെറിയൊരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴാണ് ദേഷ്യം വരുന്നത്. നമുക്ക് വിശപ്പ് വരുന്നത് അതൊരു പ്രോഗ്രാമാണ്. ഇപ്പോൾ ഒരാളുടെ സ്വഭാവം എന്ന് പറയുന്നൊരു പ്രോഗ്രാമാണ്. ഒരാളുടെ സ്വഭാവത്തിൽ ഒരുപാട് ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ വിശ്വസിക്കുന്നത്, വിശ്വാസം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അല്ലെങ്കിൽ ഇത് വേറെ കാര്യമൊന്നുമില്ല. ഈ വിശ്വാസത്തിൻ്റെ പ്രോഗ്രാം എടുത്ത് കളഞ്ഞാൽ അത്രയും സ്പേസ് ആ വ്യക്തിക്ക് ജീവിക്കുന്ന ഭാഗത്ത് കിട്ടും. ഇത് ഒരു ശരീരത്തിൽ കുറേ പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ട് ഈ പ്രോഗ്രാം കിടന്നിട്ട് ഈ വ്യക്തിക്ക് ആകെ മനപ്രയാസമാണ്, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഒരു തരത്തിലും പിടികിട്ടുന്നില്ല. എന്ത് ചെയ്യണം? അതെ, ഒരു പ്രോഗ്രാമിനെ മാനേജ് ചെയ്യാൻ, കുറേ പ്രോഗ്രാമിനെ മാനേജ് ചെയ്യാൻ വേറൊരു പ്രോഗ്രാം എടുക്കുക. അതാണ് വിശ്വാസം. എല്ലാം ശരിയായിക്കോളും. മനസ്സിലായി? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പ്രോഗ്രാം ഓരോന്നിനെയും കണ്ടെത്തി. ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു, വണ്ടി സ്പീഡിൽ പോകുന്നു, പെട്ടെന്ന് വണ്ടി സ്കിഡ് ചെയ്യുമ്പോൾ നമ്മുടെ കൺട്രോൾ വിട്ടു വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിനകത്ത് നിൽക്കുന്നില്ല. പക്ഷെ നമ്മളപ്പോൾ റീപ്രോഗ്രാം ചെയ്യാം. നമ്മൾ പേടിക്കുമ്പോൾ വേറൊരു പ്രോഗ്രാമിലോട്ട് പോയി കൺട്രോൾ, നിയന്ത്രണം വിട്ടുപോകും. പേടിക്കാതെ ആ സമയത്ത് മാനേജ് ചെയ്യാനുള്ള പ്രോഗ്രാം സ്പേസുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പ്രോഗ്രാം വരും. ആ സമയത്ത് അപകടം കൂടാതെ വണ്ടി മാനേജ് ചെയ്ത് ട്രാക്കിലോട്ട് കൊണ്ടുവരാം. ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെ വർത്തമാനം പറയുമ്പോഴത്തേക്കും ദേഷ്യം വരുന്നു. ഇവനെന്താടാ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത? കാരണം ആ പ്രോഗ്രാം മാറ്റിയാൽ മതി. അവന് മനസ്സിലാകുന്നില്ല, എനിക്ക് അവന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുമില്ല. അവിടെ ആ പ്രോഗ്രാം മാറ്റിയാൽ മതി. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ പ്രോഗ്രാമാണ് ഇപ്പോൾ റൺ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. ഞാൻ ഈ സംസാരിക്കുന്ന ഒരു പ്രോഗ്രാമല്ലേ. ഇപ്പോഴും എടുത്ത് ക്യാമറ എടുത്ത് റെക്കോർഡ് ഓൺ ചെയ്ത് നല്ല സുന്ദരനായിട്ട് പൗഡറും പൊട്ടൊക്കെ ഇട്ട് ക്യാമറയുടെ മുന്നിൽ ഹായ് എന്നിട്ട് പുറകിൽ നല്ല സുന്ദരിയായ ഒരു പെൺകൊച്ചിനെ കണ്ണേറ് കിട്ടാതിരിക്കാൻ അല്ലേ, അവൾക്ക് കണ്ണേറ് കിട്ടാതിരിക്കാൻ എന്നെ മുമ്പിൽ വെച്ച്, അല്ല എനിക്ക് കണ്ണേറ് കിട്ടാതിരിക്കാൻ അവളെ പുറകിൽ വെച്ച്. കാരണം നോട്ടം മുഴുവൻ അങ്ങോട്ടേ പോകത്തുള്ളൂ അല്ലേ. ഇതൊക്കെ പ്രോഗ്രാമാകാം, എല്ലാം പ്രോഗ്രാം. എന്തിനാണ് പൊട്ടൊക്കെ തൊട്ട് സ്ത്രീകൾ പുറത്തോട്ട് ഇറങ്ങണത്? കാരണം ഒരു പ്രോഗ്രാം, ഒരു അറ്റൻഷന് വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മുടെ നാട്ടിൽ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഒരാൾ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ സാധാരണക്കാരും അങ്ങോട്ട് വലിയ അറ്റൻഷൻ കൊടുക്കത്തില്ല. കാരണം അയാളൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടി പോകുന്ന ആളാണ് അല്ലേ. കോട്ടും സൂട്ടും കൊണ്ട് പോകുന്ന ആൾക്ക് സാധാരണ എല്ലാവരും ആൾക്കാരായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഭാഗത്താകത്തില്ല ആൾ. സാധാരണ എല്ലാവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആൾ വളരെ നോർമലായിട്ട് ഡ്രസ്സ് ചെയ്തു പോകും. അയാൾ സൊസൈറ്റിയിലുള്ള കോമൺ ആളാണ്, മറ്റേ കോമൺ ആളല്ല. അയാൾ ചില വെരി ഇമ്പോർട്ടൻ്റ് കാര്യത്തിന് പോകണമാണ്, മനസ്സിലായി. അതുകൊണ്ട് അയാൾക്ക് വെരി ഇമ്പോർട്ടൻ്റ് പ്രോബ്ലംസും ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അത് വേറെ ഒന്നും. ഇതെല്ലാം പ്രോഗ്രാമാണ്. നമ്മുടെ വേഷം ധരിച്ച് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക തരം ആൾക്കാർ നമ്മളെ ഫോക്കസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രത്യേക വേഷം ധരിക്കും, ഒരു പൊട്ടിടും അല്ലേ. ഇവിടെ ഒരു പൊട്ടിടും, ഇവിടെ ഒരു പൊട്ടിടും. എന്തിനാണ്? ഇതൊരു പ്രോഗ്രാമാണ്. മറ്റുള്ളവർ നമ്മളെ ഇങ്ങനെയാണ് അറിയേണ്ടത്, അതിനുള്ള പ്രോഗ്രാമാണ്. ഇതിങ്ങനെ ഇവിടെ ഇങ്ങോട്ട് ഒരു പൊട്ടിടും അല്ലേ, പെണ്ണുങ്ങൾ സ്ത്രീകൾ അല്ലേ. സിന്ദൂരം എന്താ കാരണം? അല്ലെങ്കിൽ കഴുത്തിൽ ഒരു ചരട് കെട്ടിയിട്ട് അതിൻ്റെ അറ്റത്തൊരു സാധനം ഇടും. ഇത് വിരലിലൊരു പ്രോഗ്രാം ചെയ്യും. ഇതൊക്കെ ഒരു മെസ്സേജ് കൊടുക്കാനാണ്. എല്ലാ പ്രോഗ്രാമിനും അതിൻ്റേതായിട്ടുള്ള പർപ്പസ് ഉണ്ട്. നമ്മൾ പ്രോഗ്രാം ചെയ്ത് പ്രോഗ്രാം സഫർ ചെയ്യുന്നു. വല്ല ആവശ്യമുണ്ടോ? എന്താണ് ക്വാളിഫിക്കേഷൻ? ഞാൻ MBBS. ഇപ്പോൾ MBBS എന്ന്, പണ്ട് ഒരു 10, 20, 30 വർഷം മുമ്പ് MBBS എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇച്ചിരി തറവില കിട്ടുമായിരുന്നു. ഇന്ന് വെറും തറയാണ് MBBS എന്ന് പറഞ്ഞാൽ. ഇന്ന് ഹൈലി സ്പെഷ്യലൈസ്ഡ് ആകണം, മനസ്സിലായോ? കാരണം ആ പ്രോഗ്രാമിൽ നിന്ന് വിലയില്ല, മനസ്സിലായോ? ഇന്ന് ആ പ്രോഗ്രാമിൽ നിന്ന്, പണ്ട് പള്ളിയിലെ അച്ഛന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബഹുമാനമായിരുന്നു. ഇന്ന് അത്രേ ഉള്ളു. കാരണം ഈ പ്രോഗ്രാം ഒന്നും വർക്ക് ചെയ്യുന്നില്ല. പണ്ട് ഈ പ്രോഗ്രാമൊക്കെ വർക്ക്, അച്ഛന്മാരെന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ്. ആ ലോഹയൊക്കെ ഇട്ട് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അതാ ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിലും ഈ പ്രോഗ്രാം വർക്ക് ചെയ്യില്ല. അവിടെ അച്ഛന്മാർ മിക്കവരും ഈ ലോഹയൊന്നും ഇട്ടിട്ടൊന്നും അല്ല പോകുന്നത്, മനസ്സിലായി. കാരണം അവരാരും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്ന അച്ഛന്മാരാണ് കൂടുതൽ, മനസ്സിലായി. കാരണം നോട്ടം എനിക്ക് എന്നെ അച്ഛനായിട്ട് ആരും കാണണ്ട, മനസ്സിലായി. പള്ളിയിൽ കുർബാനയെല്ലാം നേരത്ത് മാത്രം കണ്ടാൽ മതി.
അതുപോലെ ഒരു സാഫ്രോൺ കാവ്യ വസ്ത്രമൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രോഗ്രാമാണ്. പ്രത്യേക വിഭാഗം ആൾക്കാർ അവരെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ വേഷം കെട്ടുന്നത്. ഇതെല്ലാം പ്രോഗ്രാമുകളാണ്. നെറ്റിയിലൊരു കുറിയിട്ട് അവിടെ കുറച്ച് ചന്ദനം തേച്ച് ഇവിടെ ചന്ദനം തേച്ച്, ഇതെല്ലാം പ്രോഗ്രാമുകളാണ്. ഏതൊരു വിഭാഗം ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ്. എല്ലാം ശ്രദ്ധ പിടിച്ചു പറ്റാനാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മളെ എങ്ങനെ ലിമിറ്റ് ചെയ്യുന്നു എന്നുവെച്ചാൽ, നമ്മൾ നമ്മുടെ മുഖത്ത് സൗന്ദര്യവൽക്കരണമൊക്കെ ചെയ്യുമ്പോൾ ഇതൊരു പ്രോഗ്രാമാണ്. ഏത് ലെവലിലുള്ള ആൾക്കാരെ എനിക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്? നിലവാരമില്ലാത്ത ആൾക്കാരെയാണ് അട്രാക്റ്റ് ചെയ്യുന്നത്, അല്ലേ? നിലവാരമില്ലാത്ത ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം സൗന്ദര്യവൽക്കരണം, ഒരു വ്യക്തി സൗന്ദര്യവൽക്കരണത്തിനും മറ്റുള്ളവരുടെ മുമ്പിൽ ആകർഷണത്തിന് വിധേയമാക്കുന്ന രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ ആ വ്യക്തി വെറും നിർഗുണനാണ്, ഒരു കാശിനും കൊള്ളില്ലാത്തവനാണ്, അല്ലേ? ആ പ്രോഗ്രാം അങ്ങനെയാണ്. ഇത് മനസ്സിലാക്കണം. വലിയ സൂപ്പർ ക്ലാസ് കാറിലൊക്കെ വന്ന് അതുകൊണ്ട് ഒരുപാട് പേര് അറ്റൻഷൻ കൊടുക്കും. ഈ ഒരുപാട് പേര് കൊടുക്കുന്ന അറ്റൻഷന് ഒരു വിലയില്ലാത്ത, കാരണം നിലവാരമില്ലാത്ത ആൾക്കാരാണ് ഈ വലിയൊരു ബെൻസ് കാറിൽ വന്ന ആൾക്ക് സ്ഥാനം കൊടുക്കുന്നത്, കാശുകാർക്ക് സ്ഥാനം കൊടുക്കുന്നു, അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് സ്ഥാനം കൊടുക്കുന്നു. എന്താണ് നേതാവ് എന്ന് പറയുന്നത്? ഒരുപാട് പേരെ കൺട്രോൾ ചെയ്യുന്ന ആൾ, ഇതാണ് നേതാവ്. ഇതിന് സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ നേതാവ് ഉണ്ടാകുന്ന എങ്ങനെയാണ്? നിലവാരമില്ലാത്ത പ്രോഗ്രാമിൽ നിൽക്കുന്ന ആളെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് നേതാവ്. നോക്കണേ. അപ്പോൾ നേതാവിനെ ചീത്ത പറഞ്ഞാൽ ഈ നിലവാരമില്ലായ്മ അണികൾ കാണിക്കും. നേതാവിനെ ചീത്ത പറഞ്ഞാൽ മതി, അണികൾ അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കും. നമുക്ക് നേതാക്കന്മാരെയും അങ്ങനത്തെ പ്രോഗ്രാമൊന്നും നമുക്ക് വേണ്ട ആവശ്യമില്ല. നമുക്ക് എത്രത്തോളം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന പ്രോഗ്രാം, അതിനുള്ള പ്രോഗ്രാം വേണം. നമ്മളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഏതെല്ലാം വിധത്തിൽ നടക്കുന്നു, അതിൽ ഏത് മാറ്റത്തിന് സ്ഥാനം കൊടുത്താൽ എനിക്ക് എന്നെ നന്നായിട്ട് അറിയാൻ പറ്റും, അല്ലേ? അതല്ലേ വേണ്ടത്. ഏത് മാറ്റത്തിന് സ്ഥാനം കൊടുത്താൽ എനിക്ക് ആരോഗ്യമുള്ള അവസ്ഥയിൽ ഇരിക്കാം, ഇതല്ലേ വേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവക്ക് ഓരോരുത്തർ മെസ്സേജ് ചെയ്ത്, നീ എൻ്റെ സോൾമേറ്റാണ്, സോൾമേറ്റാണ്. ഇവിടെ വളരെ സിമ്പിളായിട്ട് ഇതിലൊന്നും ഒരു കഥയില്ല. എന്നുവെച്ചാൽ ആരുടെയും സോൾമേറ്റ് അങ്ങനെയൊരു സംഭവമൊന്നുമില്ല. ഇതൊക്കെ തോന്നണം എന്തുകൊണ്ടാണ്? അവനവനിൽ ഉള്ള മാറ്റങ്ങളെ അറിയുന്നില്ല. കുട്ടി പറഞ്ഞു, വ്യക്തമായിട്ട് പറഞ്ഞു, ഇനി ആകെ കൺഫ്യൂഷനാണ്. എന്നുവെച്ചാൽ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിൻ്റെ റീസണോടെ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ ആകെ കൺഫ്യൂസ്ഡാണ്. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. അതൊരു പ്രോഗ്രാമാണ്. എന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് പ്രോഗ്രാം ചെയ്യാത്തൊരു പ്രോഗ്രാമാണ്, അല്ലേ? ഇവക്ക് ഇങ്ങനെയുള്ള മെസ്സേജുകൾ ഒരുപാട് വരുന്നുണ്ട്. മനസ്സിലായി? ഈ കുട്ടിയെ കെയർ ചെയ്യുന്ന പ്രോഗ്രാം ഒരുപാട് പേരുടെ കയ്യിൽ ഇവളെ കെയർ ചെയ്യുന്ന പ്രോഗ്രാംസാണ്. പല ആൾക്കാരാണ് ഇവളെന്താണ്ട് അനാഥയാണ്, അവൾക്ക് അവളെ തന്നെത്താൻ നോക്കാൻ അറിയാൻ പാടില്ലെന്ന് ധരിക്കുന്ന ഒരുപാട് ആൾക്കാർ. അത് ഈസിലി ആക്സസിബിലിറ്റി ഉള്ളത്. എന്നുവെച്ചാൽ അങ്ങോട്ട് നോക്കിയാൽ, പക്ഷേ ഇവളുടെ പ്രോഗ്രാമിൽ ഇവൾ സജീവമാണ്. ഇവളായിട്ട് ഇൻഡിപെൻഡൻ്റ് ഇരിക്കുന്ന ഭാഗത്ത്, അതിന് ഇൻഡിപെൻഡൻ്റ് ഇരിക്കുന്ന പ്രോഗ്രാമിലാണ് അവൾ ഫോക്കസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അതുകൊണ്ടല്ല പാർട്ട്ണറെ ഒന്നും നോക്കുന്ന പരിപാടിയൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം പാർട്ട്ണറെ നോക്കുന്ന ആരാണ്? ഒരു സ്റ്റേബിൾ പ്രോഗ്രാമായിട്ട് കണക്റ്റഡ് ആകാത്ത ആൾക്കാരാണ് പാർട്ട്ണറെ നോക്കുന്നത്. അതിൽ ഇൻഡിപെൻഡൻ്റ് ആകാൻ പറ്റുന്നില്ല, അല്ലേ? നല്ല ജോലി നോക്കുന്നു. ഈ നല്ല ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പലിൻ്റെ കച്ചവടം നല്ല ജോലിയല്ലേ? നല്ല ജോലിയാണ് കപ്പലിൻ്റെ കച്ചവടം. ഈ നല്ല ജോലിയും മോശം ജോലിയും എങ്ങനെ ഉണ്ടായി? കാരണം അത്രയും കാശുണ്ടാക്കിയാലേ എനിക്ക് സമൂഹത്തിൽ സ്ഥാനമുള്ളൂ. കപ്പലിൻ്റെ കച്ചവടം ചെയ്തുണ്ടാക്കുന്ന കാശുകൊണ്ട് എനിക്ക് സമൂഹത്തിൽ സ്ഥാനം കിട്ടത്തില്ല. സമൂഹത്തിൽ സ്ഥാനം കിട്ടിയിട്ട് എന്താ നേടാൻ? ഇതൊരു പ്രോഗ്രാമാണ്. കാരണം നമ്മൾ നന്നായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണം. അല്ലാണ്ട് നമ്മളെ തെളിച്ച് കൊണ്ടുവന്ന ഭാഗമല്ല, നമ്മൾ തെളിഞ്ഞിരിക്കുന്ന ഭാഗമല്ല നോക്കണം. മറ്റുള്ളവരുടെ അംഗീകാരം മേടിക്കാൻ വേണ്ടി പ്രോഗ്രാം ചെയ്യണം നമ്മൾ. എന്നിട്ട് ഈ പ്രോഗ്രാം നമ്മൾ സഫർ ചെയ്യണം. മക്കളെ വല്ല ആവശ്യമുണ്ടോ? മക്കളെ അല്ല കേട്ടോ, ചേട്ടന്മാരെ. ശരിയുണ്ടില്ലേ? അതൊരു പ്രോഗ്രാമാണ്. ഞാൻ മയങ്ങത്തില്ല, അതിനകത്തൊന്നും ഞാൻ മയങ്ങത്തില്ല. നമ്മൾ മയങ്ങിപ്പോയാ പല ചിരി കാണുമ്പോൾ, അല്ലേ? ചില പെൺകുട്ടികൾ വേഷം കെട്ടി വരുന്നു, മേക്കപ്പൊക്കെ ഇട്ട് നല്ല രക്തരക്ഷസല്ലേ, ചോര കുടിച്ചിട്ട് വരിക, ചുണ്ടൊക്കെ ഇങ്ങനെ ചോർന്നിരിക്കും, അല്ലേ? കാരണം എന്നാലാണ് അവിടെ ആകർഷണ വസ്തു ആകർഷിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്.
അതിൻ്റെ ഈ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ സാധനം എന്താണ്? വയറ്റിൽ പോയാൽ കൊള്ളാവുന്നത് വല്ലതുമാണ്. മുഖത്ത് ഇത്രയും നല്ല റിച്ചായിട്ടുള്ള മുഖത്ത് എന്തൊക്കെ ക്രീമാണ് വാരിത്തേക്കണത്. കാരണം ഇതൊരു പ്രോഗ്രാമാണ്. മറ്റുള്ളവരെ മുമ്പിൽ ഞാൻ ആഹാ സൂപ്പറാണ്, എൻ്റെ സ്കിൻ തൊക്ക് കണ്ടില്ലേ, ചർമ്മം കണ്ടാൽ പ്രായം അറിയത്തേയില്ല, കാരണം കിളവിയ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ്. മനസ്സിലായി? അതുകൊണ്ട് പടി കിളവി തന്നെത്താനാകുമ്പോഴും അറിയില്ല, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോകുന്നു. അപ്പോഴറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. നടക്കുമ്പോൾ നടക്കാനുള്ള കാരണങ്ങളെ അറിയണം. അതിനുള്ള പ്രോഗ്രാം എന്താണെന്ന് കണ്ടെത്തണം. നടക്കുന്നതിനെ ശ്രദ്ധിക്കണം. നമുക്ക് ഏതെങ്കിലും ഒരു പ്രവൃത്തി സാവകാശം ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കണം. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സാവകാശം കഴിക്കാൻ പറ്റുമോ? കുറച്ചും കൂടി സാവകാശം കഴിക്കാൻ പറ്റുമോ? സംസാരിക്കുന്നത് കുറച്ചും കൂടി സാവകാശമാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് കുറച്ചും കൂടി സാവകാശമാക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു പ്രവൃത്തി കുറച്ചുകൂടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റുമോ? അവിടെ തുടങ്ങി നമ്മുടെ ജീവിതം. ഞാൻ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ആഹാ, ഭക്ഷണത്തിനെ നമ്മള് സ്ലോ ഡൗൺ ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ അത് പലപ്പോഴും പറ്റാറില്ല. കാരണം നല്ല ടേസ്റ്റുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ, അതായത് നമ്മളുടെ ആ ഒരു എരിവും പുളിയും ഉപ്പും മധുരമൊക്കെ കുറച്ച് കൂടി നിൽക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് ഇറക്കണം എന്നുള്ളൊരു ഭാഗം. അത് ശരി, ഇപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് ഭക്ഷണം കിട്ടാത്തതിൻ്റെ കാര്യം എന്താണ്. ഞാൻ സാവകാശം ഇരുന്ന് കഴിച്ചു വരുമ്പോൾ അവിടെ പാത്രത്തിൽ ഭക്ഷണമൊന്നുമില്ല, അടുത്ത ആൾ മുഴുവൻ തട്ടി ആ ശരി 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 ഇപ്പം പിടിച്ചു കള്ളാനും പിടിച്ചു ആ ഓക്കെ പറ. അപ്പൊ അതൊരു സഫറിങ് ആയിട്ട് വരും. അതായത് അത് സ്ലോ ഡൗൺ ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പം അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം, പച്ചവെള്ളമായാലും ചൂടുവെള്ളമായാലും, അതിനെ ഇങ്ങനെ നമ്മളെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റ് അതിനില്ല. അതിനൊരു നോർമൽ ടേസ്റ്റാണ്. അപ്പം അതിൽ നമ്മൾ ഒരു സ്ലോ ചെയ്ത് അതിനെ അറിഞ്ഞറിഞ്ഞ് വരുമ്പം നമ്മളുടെ ശരീരത്തിന് അറിയുവാനും അതിനെ നിയന്ത്രിക്കുവാനുള്ളൊരു കഴിവ് അവിടെ മെച്ചപ്പെടും. അത് ഫർദർ ഈ ഭക്ഷണം കഴിക്കുന്ന ഭാഗത്തേക്കും ശ്വാസം ശ്രദ്ധിക്കുന്ന ഭാഗത്തേക്കും ഒക്കെ സൗണ്ട്, പ്രകാശം, ഇതിലൊക്കെ നമുക്ക് ആ ഒരു കഴിവ് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും. യെസ്, ആമസോണിൽ നിന്ന് വന്നിട്ടുള്ളൊരു പുതിയ ജീവി. നമ്മൾ ഓരോരുത്തരെ കണ്ടിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം, അപ്പം പ്രോഗ്രാം ചെയ്യണം. മനസ്സിലായി? ഇതിപ്പോൾ ആമസോണിൽ നിന്ന് വന്ന ഒരു പുതിയൊരു ആളാണ്. മനസ്സിലായ? എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രോഗ്രാം ചെയ്യും. ഒരു കാറ് മേടിക്കുന്നത്, നടന്നു പോയതാണ്, സൈക്കിൾ മേടിച്ച്, മോട്ടോർ സൈക്കിൾ മേടിച്ച്, ഇതെല്ലാം നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്നാ പറയണം. സത്യത്തിൽ അസൗകര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്, സൗകര്യമല്ല ഉണ്ടാക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കണം. കാരണം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന എവിടെയാണ്? ഭയങ്കര വേഗത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ നോക്കിയാണ്, അല്ലേ? സ്പീഡ് കൂട്ടാനാണ് നോക്കുന്നത്. വേഗത്തിൽ നടപ്പിലാക്കുന്ന എന്തിനാണ് ആശ്രയിക്കുന്നത്? വൈദ്യുതിയാണ് ആശ്രയിക്കുന്നത്. വൈദ്യുതി ആശ്രയിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വേഗത്തിൽ കാര്യങ്ങൾ എക്സിക്യൂട്ടഡ് ആകുന്നു, അല്ലേ? നമ്മൾ വീട്ടിൽ മിക്സി ഉപയോഗിക്കുന്നു, വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നു. ഇതെല്ലാം ഇപ്പോൾ പുതിയ ആധുനികമായിട്ടുള്ള കുക്കിംഗ് ഉപകരണങ്ങൾ വരെയുണ്ട്. അതിനകത്ത് എല്ലാ സാധനവും എടുത്ത് ഇട്ട് കൊടുത്താൽ അത് കുക്ക് ചെയ്ത് ഇങ്ങോട്ട് പുറത്തോട്ട് സാധനം തരും. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഇതെല്ലാം നമ്മുടെ അസ്വസ്ഥത മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ അസ്വസ്ഥത മാറ്റിവെക്കാൻ നമ്മൾ വേറൊരു ഊർജത്തെ ആശ്രയിക്കുന്നു. ഓക്കെ, അതായത് നമ്മളുടെ അസ്വസ്ഥത കുറക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അസ്വസ്ഥത അവിടെ വഷളായിക്കൊണ്ടിരിക്കുക. ഈ നമ്മളിതെങ്ങനെ ഇപ്പം പറഞ്ഞാൽ എന്നാൽ പിന്നെ താൻ വൈദ്യുതി ഉപയോഗിക്കരുത്, താൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ചെന്തിനാ? അതേ, നമ്മൾ ഇങ്ങനത്തെ ഒരു ഗതികേടിലാണ് വന്ന് എത്തിയിരിക്കുന്നത്. നമുക്ക് എന്താ വേണ്ടത്? എന്താണ് നമുക്ക് വേണ്ടത്? സാവകാശം. സാവകാശമേ നടക്കത്തുള്ളൂ. ഒരു ട്യൂമർ ഉണ്ടായി, നമുക്ക് സാവകാശം, നമുക്ക് ഈ ട്യൂമറിനെ അലിപ്പിച്ച് കളയാം. ഒറ്റടിക്ക് നടക്കില്ല. ട്യൂമർ ഉണ്ടെന്ന് കണ്ട് എൻ്റെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ഇപ്പം ജോയിൻറ്റ് പെയിൻ ഞാൻ കാണാൻ തുടങ്ങി. എന്താ കാരണം? ഇത് നേരത്തെ വളരെ സൂക്ഷ്മതലത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ ജോയിൻറ്റ് പെയിൻ. മനസ്സിലായോ?
ഈ ഭാഗം നമുക്ക് ഡിസപ്പോയിൻറ്റഡ് ആകേണ്ട കാര്യമില്ല. അതിൻ്റെ കാര്യമില്ല. ഇത് നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോയിൻ്റ് പെയിനുകൾ നമുക്ക് ഉള്ളിൽ കൂടെ ചെന്ന് റിപ്പയർ ചെയ്യാം. കാണാൻ സാധിച്ചതാണ് വലിയ കാര്യം. അതെ, കാരണം എന്താണ്, നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ട്, വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യണം. മനസ്സിലായി, പെട്ടെന്ന് പരിഹാരം വേണം. മനസ്സിലായി, അപ്പോൾ കുഴമ്പിട്ട് ഓയിൻറ്റ്മെൻ്റ് ഇട്ട് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ച് പിന്നെ വേദന നമ്മൾ അറിയുന്നില്ല, അത്രയേ ഉള്ളൂ. പിന്നെ മരിക്കുമ്പോഴും മറ്റുള്ളവരെ അറിയത്തുള്ളൂ. അല്ല, ഈ പെയിൻ വരാനുള്ള കാരണം ഈ ജോയിന്റിനെ നമ്മൾ അൺവാണ്ടഡ് സ്പീഡായിട്ടുള്ള ഉപയോഗത്തിൽ തന്നെ വരുന്നതല്ലേ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ ചെയ്തു വെച്ചിട്ടുണ്ടല്ല. അതെ അതെ, മനസ്സിലായി, കുറച്ചൊന്നും അല്ലല്ല, നമ്മളെ ദുഷിപ്പിക്കാനായിട്ട് പല പ്രോഗ്രാം സമൂഹത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് നമ്മളെ ദുഷിപ്പിക്കുന്ന. അല്ല, എന്താണ്ട് മനസ്സിൽ വന്നല്ലേ? ആ പ്രോഗ്രാം പറഞ്ഞു. You continue. അപ്പം ഇതെൻ്റെ മക, ഇതെൻ്റെ മരുമക പുള്ള വെള്ളംകുടി എന്നാണ് ഇപ്പം പറഞ്ഞത്. മനസ്സിലായി? അത് വീട്ടിലെ ഒരു വിരുന്നുകാരൻ വന്നു. വിരുന്നുകാരന് ചായയും കാപ്പിയൊക്കെ എടുത്ത് വെച്ച്, ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് പലഹാരങ്ങളൊക്കെ എടുത്ത് വെച്ച്, അപ്പോഴാണ് മകളും മരുമകളും വന്നത്. മകളും മരുമകളും വന്നപ്പോഴത്തേക്കും വീട്ടുകാരി ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഇതെൻ്റെ മകള്, ഇതെൻ്റെ മരുമകൾ, പിള്ള വെള്ളംകുടി. മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ ചിരിച്ച് കാണിച്ച് വെച്ചും പിള്ള തന്നെത്താൻ തുടങ്ങും. മനസ്സിലായി? ഓക്കെ, അപ്പം നമുക്ക് തുടരാം. ആ പ്രോഗ്രാം നമ്മളുടെ കട്ട് ഓഫ് ചെയ്ത് കളഞ്ഞു. കണ്ട, ഒരു കുഴപ്പമില്ല, നമുക്ക് ഒരു കുഴപ്പമില്ല. ഏത് പ്രോഗ്രാം വേണേലും നമുക്ക് എപ്പോഴും എങ്ങനെ വേണേലും കട്ട് ഓഫ് ചെയ്യാം. പക്ഷേ നമുക്ക് പക്കാ ലോക്കലാകാം, പക്കാ തറയാകാം, ഒരു കുഴപ്പമില്ല. പക്കാ തറയാം, പക്കാ ലോക്കലാകാം, നമ്മൾ പക്കാ സൂപ്പറാകാം. എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ലോക്കലും സൂപ്പറൊക്കെ? ഇതൊന്നും ഒരു കഥയില്ല. മനസ്സിലായി? അവൻ ഭയങ്കര ആത്മീയ ഗുരുവാണ്, അവൻ്റെ വായിന്ന് തെറിയൊന്നും വരത്തില്ല. എൻ്റെ വായിന്ന് തെറിയൊന്നും വരത്തില്ല, പക്ഷെ അവൻ തെറിച്ചു പോവും. മനസ്സിലായി? അവൻ ചത്തുപോവും. പക്ഷെ എന്തു നല്ല മനുഷ്യരെന്ന് ജീവിച്ചിരുന്നപ്പോൾ ഒരു ചീത്ത പോലും പറഞ്ഞിട്ടില്ല കേട്ടാ. പക്ഷെ ആള് ചീത്തയായിപ്പോയി മൊത്തത്തിൽ. പിത്തം വന്ന് രോഗം വന്ന് നശിച്ചു പോയി. ഒരു തെറ്റും ചെയ്തില്ല. കിഡ്നി ഡയാലിസിസാണ് ചെയ്തുകൊണ്ട് 2 കിഡ്നിയും പോയെന്ന്. നല്ല മനുഷ്യനായിരുന്നു, തങ്കപ്പെട്ട മനുഷ്യനാണ്, ആരെയും ഉപദ്രവിച്ചിട്ടില്ല, തന്നെത്താൻ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. കാരണം വേറെ ആരെയും ഉപദ്രവിക്കാൻ നേരം കിട്ടിയില്ല, അവനാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയല്ല. അതുകൊണ്ടാണ് 2 കിഡ്നിയും പെട്ടെന്ന് അടിച്ചു പോണത്. അതെ, ഹൃദയത്തിനാഘാതം. പിന്നെ ഒരു ഭാഗം, അതായത് ഒരു പ്രോഗ്രാം ഉണ്ട്, കിഡ്നി അടിച്ചുപോയി. അപ്പൊ നമുക്ക് അടുത്ത വഴിയുണ്ട്, കിഡ്നി മാറ്റി വെക്കാം. ഹൃദയം പോയാലും നമുക്ക് കിഡ്നി കൊടുക്കണമെന്നാണ് പറയണതേ. ഞാൻ തരികയില്ല, ഞാൻ എൻ്റെ കിഡ്നി തരികയില്ല. മനസ്സിലായോ? ഇല്ല, ഞാൻ കൊടുക്കല്ല ഒരിക്കലും. ആൾക്കാരുടെ, അതായത് പൈസ ഉണ്ട് തരാൻ ആൾക്കാരില്ല, പക്ഷെ ഇവര് മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് ആദ്യത്തെ കിഡ്നി പോയി. ശ്രദ്ധയില്ലാണ്ട് പോയത് കൊണ്ട്. പിന്നെ അടുത്തൊരു 10 കിഡ്നി കിട്ടിക്കഴിഞ്ഞാലും ഈ വ്യക്തി ശ്രദ്ധയില്ലാണ്ടാ ജീവിക്കുന്നതെങ്കിൽ ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിനൊരു ഒന്നുകൂടി, കൊടുത്ത 10 കിഡ്നിയും അയാൾക്ക് ഉപയോഗമില്ലാത്തോണ്ടല്ലേ കൊടുക്കേണ്ടത്. അതെ, സ്വന്തം കിഡ്നിയുടെ അനുഭവം അറിയാത്തതുകൊണ്ടാണ് മറ്റൊരാൾക്ക് കിഡ്നി കൊടുക്കേണ്ടത്. ഈ കിഡ്നി കൊടുത്തത് ആർക്ക് വേണ്ടിയിട്ടാണ്? അയാൾക്ക് അയാളുടെ കിഡ്നി മര്യാദക്ക് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഇത് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരില്ല. കിഡ്നി കൊടുക്കുക, കണ്ണ് ദാനം ചെയ്യുക, രക്തം ദാനം ചെയ്യുക. എന്തിനാണ് ഈ രക്തം ദാനം ചെയ്യുന്നത്? ഒരു വ്യക്തി ആ രക്തം വൃത്തിയായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ടല്ലേ? വൃത്തിയായിട്ട് ഉപയോഗിക്കാത്തതിന് നമ്മൾ വൃത്തിയായിട്ട് ഉപയോഗിച്ച് രക്തം കൊടുത്തിട്ട് അവൻ പിന്നെ അത് വൃത്തികേടാക്കത്തല്ലേ ഉള്ളൂ. വൃത്തിയായിട്ട് ജീവിക്കാനായിട്ടുള്ള ഭാഗം എന്താണ്? നമ്മൾ വൃത്തിയായിട്ട് ജീവിക്കാൻ, അനുഭവിക്കാനുള്ള ഭാഗം എന്താണ്? അത് കണ്ടെത്തണം. അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെന്നേ, അത് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നതല്ലേ. കാരണം എല്ലാവർക്കും കിഡ്നി കൊടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. കാരണം ഓരോരുത്തരും അവരുടെ കിഡ്നി 2 കിഡ്നി അടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കിഡ്നി കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ല. അത് കിഡ്നി കൊടുക്കാതെ എങ്ങനെ ആരോഗ്യത്തിൽ ജീവിക്കാൻ പറ്റും? അങ്ങനെ ഒരു മാർഗം, അതല്ലേ എളുപ്പം. മറ്റേത് കത്തി വെച്ച് മുറിച്ച് വെട്ടിപ്പൊളിച്ച് ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് ആകെ അവതാളമാവും. അതെ, അതൊന്നും ഇല്ലാണ്ട് ജീവിക്കാനുള്ള മാർഗം ഉണ്ടെങ്കിൽ അതൊന്ന് അന്വേഷിച്ചുകൂടെ? ഉണ്ടെങ്കിൽ അന്വേഷിക്കുന്നത് എന്താ കുഴപ്പം? വഷളാക്കാതെ ഇരിക്കുന്നതല്ലേ നല്ലത്. ഒരാൾ പറയുന്നു ഇങ്ങനൊരു ഭാഗമുണ്ട്, ഒന്ന് അന്വേഷിച്ച് നോക്കി. എവിടെയാണ് അന്വേഷിക്കേണ്ടത്? അയാളിലല്ല, അവനവനിലാണ് അന്വേഷിക്കേണ്ടത്.
പക്ഷേ ഇയാൾ എവിടെയാണ്, ഇയാളൊന്ന് പോയി കണ്ടെത്തി 2 വീക്ക് വെച്ച് കൊടുക്കുക, അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുമെന്നറിയാം. ഇതാണ് ആൾക്കാരുടെ ആദ്യത്തെ മനോഭാവതാണ്. ഇവനെ എന്നാൽ നമ്മൾ 2 പൊട്ടിക്കൽ കൊടുക്കുക, 2 കല്ലുവലിച്ചെറിയുക, അല്ലെങ്കിൽ 2 അടി കൊടുക്കുക, ഇവർ 2 ചീത്ത പറയാം. ഇതാണ് ആദ്യം വരുന്നത്. കാരണം എന്താണ്? കാരണം അങ്ങനത്തെ ഒരു ഓൾറെഡി ചീത്തയായിരിക്കുന്ന വ്യക്തിയുടെ വായിൽ നിന്ന് ചീത്ത പ്രോഗ്രാമേ പുറത്തോട്ട് വരത്തുള്ളൂ അല്ലേ? ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ പറയും ഇവനെ കാണാൻ ഇവനൊരു അസുഖം വരട്ടെ, കാരണം അസുഖം വരട്ടെ എന്ന് പറയുന്ന ആൾക്കാർ ആരാണ്? അവർക്ക് അവരിലുണ്ടാകുന്ന മാറ്റത്തെ കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റാത്തവരാണ്. അങ്ങനെയുള്ളവരാണ് ഈ ഡയലോഗുകൾ അടിക്കുന്നത്, അല്ലാത്ത വേറെ ഒന്നും കൊണ്ടല്ല. നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥ, പ്രവർത്തിക്കുന്ന ഭാവം എത്രത്തോളം കാണാൻ സാധിക്കുന്നു, ഇതെൻ്റെ അഭിപ്രായമല്ല, ഇത് ഒരു സംഭവമാണ്. പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഭാഗത്തുനിന്ന് രൂപം കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെ സംഭവിക്കുന്നെന്ന് എത്രത്തോളം അറിയുന്നോ അത്രത്തോളം സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഇതിങ്ങനെ ഇവിടെ ഉള്ളതാണെങ്കിൽ അത് എങ്ങനെ ഉണ്ടാകാനും പ്രവർത്തിക്കാനും എന്ത് അനുഭവത്തിൽ ആണെങ്കിൽ തുടരാനും പറ്റും. ഇത്രയല്ലേ ഉള്ളൂ കാര്യം. ഇതിന് വേറെ എന്താ? ഇതിന് PhD എടുക്കണം, ഒന്നും വേണ്ട. ഒരു PhD ഇല്ല. PhD ഒന്നും ഇതിനകത്ത് വർക്കൗട്ട് ആകത്തില്ല. രാസപ്രവർത്തനങ്ങൾ കണ്ടുപിടിച്ചാൽ ഒരു മണ്ണാങ്കട്ടയില്ല. നമ്മുടെ ഉള്ളിലുള്ള അനുഭവങ്ങളുടെ മാറ്റത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിച്ചാൽ കൊള്ളാം, അത് കൊള്ളാം, അതാണ് കൊള്ളാവുന്നത്. അപ്പോൾ കൊള്ളാവുന്നത് ശ്രദ്ധിക്കുന്നതിന് പകരം കൊള്ളികേലാത്ത കാര്യങ്ങളാണ് ആദ്യം ശ്രദ്ധിക്കുന്നത്. അവൻ ചെയ്തത് ശരിയല്ല, അവൾ ചെയ്തത് ശരിയല്ല. സുന്ദരിയായ ഒരു പെണ്ണ് പോകുന്നു, എന്തിനു കൊള്ളാം? ആർക്ക് ഗുണം ചെയ്യുന്ന ഒരു സുന്ദരിയായ പെണ്ണ് പോകുന്നതുകൊണ്ട്? നമ്മളാണ് സൗന്ദര്യത്തെ വർണ്ണിച്ച് പാടുപിടിക്കാൻ. എൻ്റെ സൗകര്യം എന്താണ്? ഞാൻ നന്നായിട്ട് ജീവിക്കുന്നതാണ് എൻ്റെ സൗന്ദര്യം, അതാണ് എൻ്റെ സൗകര്യം. അതല്ല നോക്കുന്നത്. ഒരു പെണ്ണിൻ്റെ ശരീരം കണ്ടിട്ട് അത് നമുക്ക് സൗകര്യമാക്കി കാണുകയും എങ്ങനെ പ്രശ്നം ഉണ്ടാകാതിരിക്കും? വഴിയെ സ്ത്രീകൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ? എങ്ങനെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ അവനവൻ്റെ അവസ്ഥ, ചുറ്റുപാട് എന്ത് മാറ്റങ്ങളുണ്ടെങ്കിലും അതിൻ്റെ പുറകെ പോകാതെ ഇരിക്കുന്നതാണ് സ്വാതന്ത്ര്യം അല്ലേ? ഇന്ന് പെൺകുട്ടികൾക്ക് വഴിയെ നടക്കാൻ പറ്റുന്നില്ല. ഇനി അഥവാ നടന്നാൽ അവരെന്താ ചെയ്യുന്നത്? 10 പേര് നോക്കട്ടെ എന്നും പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് പെയിൻ്റൊക്കെ എന്തിനാണ് വസ്ത്രം ധരിച്ചത് പല കാരണങ്ങളുണ്ടാകാം. ചിലവർ നഗ്നത മറക്കാനാണ്. കാരണം നഗ്നത കണ്ടു കഴിഞ്ഞാൽ ലൈംഗിക ആകർഷണം, ആസക്തിയും ഉണ്ടാകും അല്ലേ? പല കാരണങ്ങളുണ്ട്. എന്നുവെച്ചാൽ ചിലപ്പോൾ ചൂട് അല്ലെങ്കിൽ തണുപ്പ്, അതുകൊണ്ട് തണുപ്പ് കൊണ്ട് വസ്ത്രം കൂടുതൽ ധരിച്ചു, ചൂട് കാരണം വസ്ത്രം കുറച്ച് ധരിക്കുന്നു, ആയിക്കോട്ടെ. ചൂട് കാരണം വസ്ത്രം കുറച്ച് ധരിച്ചു, അതിന് എന്താ കുഴപ്പം? എന്താണ്? കാരണം സമൂഹത്തിൻ്റെ ചില വ്യവസ്ഥകൾ കാരണം നമ്മൾ വസ്ത്രം ഇട്ട് നടക്കുന്നു. ഇതെല്ലാം ഒരു പ്രോഗ്രാമാണ്, നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഈ വസ്ത്രം ഒരു പ്രോഗ്രാമാണ്, മറ്റുള്ളവരുടെ താല്പര്യത്തെ മാറ്റി നിർത്താനുള്ള ഒരു പ്രോഗ്രാമാണ് വസ്ത്രം. മനസ്സിലായി? കോട്ടൺ സൂട്ട് ഇട്ടുകൊണ്ട് വരുന്നത് അത് വേറൊരു പ്രോഗ്രാമാണ്. നമ്മുടെ ഈ ചൂടുള്ള കേരളത്തിൽ ഈ കോട്ടൺ സൂട്ടും ടൈയൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാർ, ഇവർ എന്തൊരു പ്രോഗ്രാമിലായി. മനസ്സിലായ? നോക്കണം, അവരുടെ ശരീരത്തിന് ഈ കാലാവസ്ഥക്ക് അനുകൂലമല്ലാത്ത വേഷം ധരിക്കുന്നു. എന്ത് കാര്യത്തിനാണ്? മദ്യം കഴിക്കുന്നു, എന്തൊരു പ്രോഗ്രാമാണ്. മയക്കുമരുന്ന് കഴിക്കുന്നു, വേറൊരു പ്രോഗ്രാമാണ്. ഇതെല്ലാം പ്രോഗ്രാമുകളാണ്. ഇതെല്ലാം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ അവസ്ഥ ഒരു പ്രത്യേക ലെവലിലോട്ട് നിയന്ത്രണമില്ലാതെ പോകുമ്പോഴാണ് മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളാകുന്നത്. സ്വയം നിയന്ത്രിക്കാത്തവർ, മനസ്സിലായി, സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്തവരാണ് ഇങ്ങനെയുള്ള കാര്യത്തിൻ്റെ പുറകെ പോകുന്നത്. ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഇവിടെ എന്താണ് മെസ്സഞ്ചർ അല്ലേ? ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താൽ മതി. മനസ്സിലേ? ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ ഒരു 10-100 കോൾ വരും. എന്തൊരു ലോകമാണിത്! ഒട്ടനെ കോളുകൾ വരും. മനസ്സിലായ? ഇത് ആർക്കും നിയന്ത്രണമില്ല. പെൺകുട്ടിയുടെ പുറകെ പായാണ് ആൺകുട്ടികൾ. കാരണം സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയത്തില്ല. മനസ്സിലായി? നമ്മളെ മര്യാദക്ക് അനുഭവിക്കുന്ന ഭാഗത്തല്ല. ഈ ലോകത്തിൻ്റെ പോക്കം, ലോകത്തെ ആരാ നിയന്ത്രിക്കുന്നത്? കാരണം നമ്മളെ കുറേ വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രോഗ്രാം, ഇവിടുത്തെ അപകടം നോക്കണേ, വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രോഗ്രാം ആണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മൾ അപകടത്തിലും പ്രശ്നത്തിലും പോയി വീഴുന്നത്. വിശ്വാസ പ്രമാണം, മതങ്ങൾ നമ്മളെ നിയന്ത്രിക്കുമ്പോൾ ജീവനുമായിട്ടുള്ള ബന്ധം ഇല്ലാണ്ടായി. വൈദ്യുതി നമ്മൾ ഓവറായിട്ട് ഉപയോഗിക്കും, എത്രത്തോളം കുറക്കാൻ പറ്റും. അതായത് വൈദ്യുതി ഉപയോഗിച്ച്
നമ്മൾ എന്തെല്ലാം കാര്യത്തിലോട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ അക്ഷമത. പെട്ടെന്ന് വേണം, മനസ്സിലെ, പെട്ടെന്ന് വേണം. എന്നിട്ട് എന്ത് കാണിക്കാൻ? ഒലക്കൊക്കെ എടുത്ത് കമ്മിക്കല്ലൊക്കെ എടുത്ത് സാവകാശം അരച്ച്, കാരണം അവിടെ എല്ലാം നമ്മൾ നമ്മുടെ സാവകാശത്തെ അറിയണം, മനസ്സിലായി. അമ്മിക്കല്ലൊക്കെ എടുത്ത് അരച്ച് ഒരു അരമണിക്കൂർ കൊണ്ട് ചമ്മന്തിയൊക്കെ അരച്ചെടുത്ത് അത് പൊട്ടനാണെന്നേ. 1 മിനിറ്റ് കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാവുന്ന കാലഘട്ടത്തിൽ അവൻ 1/2 മണിക്കൂർ കൊണ്ട് ചമ്മന്തി അരച്ചെടുത്ത് വെറുതെ സമയം പാഴാക്കി. കാരണം സമയത്തിന് വേണ്ടിയിട്ട് ജീവിക്കുകയും അവനവന് വേണ്ടിയിട്ടല്ല. ഇത് നമ്മളിപ്പോൾ റിയലൈസ് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ അമ്മിക്കല്ലും അരലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ ശരീരം അനുവദിക്കുന്നില്ല, മനസ്സിലായേ? ശരീരം അനുവദിക്കുന്നില്ല. ഫുള്ളി എൻഗേജ്ഡ് ആകുന്ന ഭാഗത്തോട്ട് സാവകാശം കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പോഴും മിക്സി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പോഴും മിക്സി ഉപയോഗിക്കണം. നമ്മൾ ഈ പൊട്ടത്തരം ചെയ്യുന്നുണ്ട്, അറിഞ്ഞുകൊണ്ട് തന്നെ ഇതെല്ലാം പറയുന്നത്. ഈ പൊട്ടത്തരത്തിൽ നിന്ന് വളരെ സാവകാശമായ ശരീരത്തെ റീപ്രോഗ്രാം ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ റീപ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞു. കാപ്പി കുടി, അത് ഇത്, മറ്റേ പുറത്ത് ഞാൻ പോകുമ്പോൾ പെണ്ണുങ്ങളെ കാണുമ്പോൾ ലൈംഗിക ആസക്തിയിൽ ഇതൊക്കെ റീപ്രോഗ്രാം ചെയ്തു. ആദ്യം ചെയ്തത് അതാ, മനസ്സിലായി. കാരണം മറ്റുള്ള ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ അവളെ കാണുമ്പോൾ ആസക്തി തോന്നുന്നു. ആ ആസക്തി, ആ പ്രോഗ്രാം എടുത്തങ്ങോട്ട് കളഞ്ഞു. എന്നിട്ട് സ്വതന്ത്രനായി. എവിടെയെങ്കിലും സ്ത്രീകൾ നടക്കുന്നുണ്ടോ, ഞാൻ അറിയേണ്ട കാര്യം. അവരവരുടെ കാലം നടക്കുന്നത്, ഞാൻ എൻ്റെ കാലം മനോഹരമായിട്ട് നിൽക്കുന്നുണ്ടോ, അതിലാണ് ഫോക്കസ്. അപ്പം നമുക്ക് ചമ്മന്തി അരക്കാം ഇവിടെ കല്ലിൽ എപ്പോഴാണ്? കുറച്ച് സമയം എടുക്കും കേട്ടോ, വളരെ സാവകാശം. ഇനിയിപ്പോൾ ഇന്നലെ ഈ കുട്ടി പറയുകയുണ്ടായി, എന്താണ്, യൂട്യൂബിൽ പാചകത്തിൻ്റെ ഒരുപാട് റെസിപ്പികൾ കൊണ്ട് ഭയങ്കര വണ്ടർഫുള്ളാണ്. ഞാനത് നോക്കി എടുത്തിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിയല്ല. ഞാൻ ചോദിച്ചു, നിൻ്റെ രുചിയേക്കാൾ മെച്ചപ്പെട്ട ഒരു റെസിപ്പി ഉണ്ടാക്കിത്തരാൻ വേറെ ഒന്നുമില്ല. അവൻ്റെ രുചി, അടുക്കളയിലിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, മല്ലിയുണ്ട്, ഉലുവയുണ്ട്, കുരുമുളകുണ്ട്, മുളക് പൊടിയുണ്ട്, മഞ്ഞളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, പട്ടയുണ്ട്, കറിയാമ്പുണ്ട്, ഗ്രാമ്പുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. ഇത് ഓരോന്നും നമ്മളെ എങ്ങനെ ഉണർത്തുന്നു, ഇതറിഞ്ഞിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. എന്നുവെച്ചാൽ പട്ട ഇട്ടാൽ എന്ത് സംഭവിക്കും, ഗ്രാമ്പു ഇട്ടാൽ എന്ത് സംഭവിക്കും, ഉപ്പിട്ടാൽ എന്ത് സംഭവിക്കും, ഇതെല്ലാം എന്നിൽ എങ്ങനെ ഉണർത്തുന്നു, ഇതനുസരിച്ച് പാചകം ചെയ്ത് സൂപ്പർ പാചകമായിരിക്കും. അങ്ങനെയാണ് പാചകം ചെയ്യേണ്ടത്. ഇതല്ലാണ്ട് ആരോഗ്യം പറഞ്ഞ് നാവിന് രുചി വായിട്ട് ഇറക്കിയത് അറിഞ്ഞില്ല, അതുണ്ടെങ്കിൽ രുചിയല്ല, രോഗമാണ്. മനസ്സിലായി? നാവിൻ്റെ തുമ്പത്ത് മാത്രമേ ഉള്ളൂ ഫ്ലേവർ, എന്ത് രുചിയുള്ള കറിയാണ് ഉണ്ടാക്കിയത്, അത്രയേ ഉള്ളൂ. അത് മണുത്തത് മാത്രമേ ഉള്ളൂ, വായിൽ വെള്ളം ഊറിയത് മാത്രമേ ഉള്ളൂ. ശരീരം മൊത്തം ഊറിപ്പോകും, എന്നിട്ട് വേറെ ഒരു കോപ്പിനും കൊള്ളത്തില്ല. അങ്ങനെ രുചിയാക്കണ്ട. മനസ്സിലായി? നമ്മുടെ രുചി കെടാതെ നോക്കണം. അതായത് നമ്മളിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ആർക്ക് എങ്ങനെ തിന്നരുതും, വളരെ സമാധാനത്തിൽ, മനസ്സിലായി? വളരെ സമാധാനം. നമ്മുടെ ഉള്ളിലെ നിശബ്ദതയിൽ ആഹാരം കഴിക്കുക, എന്നുവെച്ചാൽ മൃഗത്തെ പോലെ കഴിക്കരുത്. മറ്റേ കൊതി രുചിക്ക് വേണ്ടിയിട്ട് ആർത്ത് പിടിച്ച്, മനസ്സിലായി, അലിച്ച് ഇവിടെയൊക്കെ തട്ടിച്ച്, അങ്ങനെയല്ല. വളരെ സമാധാനത്തിൽ, വളരെ ശ്രദ്ധാപൂർവം കഴിച്ചു നോക്കിക്കുക. അതുപോലെ തന്നെയല്ലേ സംസാരം. ചിലർ വന്നു വെച്ചിട്ട് അലപ്പറായിട്ട് ആദ്യം പറയാം, ഇയാളെന്താണ് പറഞ്ഞത്, തനിക്കല്ല വിവരമുണ്ടോ, തനിക്കല്ല ബോധം ഉണ്ടാടൂ, തനി എന്ത് വർത്തമാനോ പറഞ്ഞാൽ, തന്നെ കൂടി എന്തൊരു കൊള്ളാടൂ, ഈ ലോകം പോണ വഴിവല്ലോ അറിയടോ, സെൻറ്റിനൽ ഐലൻഡ്സ് അവിടെ, അമേരിക്കയിൽ അവിടെ ഇത് മനസ്സിലായി? എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ തർക്കിക്കാൻ, അടിവെക്കാൻ? തനിക്ക് വല്ല വിവരം ഉണ്ടാടോ, തനിക്ക് വല്ല വിവരം ഉണ്ടോ? എടി, എനിക്ക് വല്ല വിവരം ഉണ്ടാന്ന് നോക്കിയാൽ പോരെ, തനിക്ക് വല്ല വിവരം ഉണ്ടാന്ന് നോക്കണ ഗതികേടാണ്. മനസ്സിലായി? എനിക്ക് വിവരമുണ്ടാ, എൻ്റെ അവസ്ഥ എന്താണ്, ഇതല്ലേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. വളരെ സിമ്പിളാണ്, ഭയങ്കര രസമാണെന്നേ, ഭയങ്കര രസമാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. കാരണം എന്താണ്, നമുക്ക് ഭൂമിയുണ്ട്, ഭൂമിയിൽ നിന്ന് കൃഷിയെടുക്കാം. അത് യാതൊരു കാരണവശാലും മനുഷ്യന് ദോഷമില്ലാത്ത രീതിയിൽ ആഹാരം, കാരണം നമ്മളെ എൻ്റെ ഈ വീട്ടുമുറ്റത്തുനിന്ന് കിട്ടുന്ന ആഹാരം കൊണ്ട് കഴിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ നമ്മൾ മറ്റുള്ളവരെയും കൂടി ആശ്രയിക്കുന്നുണ്ട്. കാരണം ഭക്ഷണം പലവരുടെയും ഭൂമിയിൽ നിന്ന് കൃഷി ചെയ്താണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. സൗഹാർദ്ദത്തിലും സ്നേഹത്തിലുമാണെങ്കിൽ കൂടുതൽ രാസവസ്തുക്കളില്ലാത്ത കുറച്ചും കൂടി മനുഷ്യന് ആരോഗ്യം തരുന്ന ഭക്ഷണം ഉണ്ടാക്കിയെടുക്കാം. അതെ, നമ്മൾ പച്ചമുളക് കടയിൽ നിന്ന് വാങ്ങും, നമ്മുടെ ഇവിടെ പറമ്പിൽ കൃഷി ചെയ്ത മുളകുണ്ട്. ഈ 2 മുളകും നോക്കിയാൽ, ഒന്ന് ന്യൂ ജനറേഷൻ മുളകെന്ന് പറയും,
മനസ്സിലായി? കണ്ട ഭയങ്കര സുന്ദരിയാണ്. ഡമ്മിയാ ഡമ്മി. ആ, ഒന്ന് വെറും സൗന്ദര്യം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ക്വാളിറ്റിയാണ്. ഇത് അരിയുമ്പോൾ തന്നെ അതിൻ്റെ മണം വരും. മറ്റേത് അരിഞ്ഞാൽ ഒരു മണവുമില്ല, വെറും പച്ചക്കറി. മനസ്സിലായോ? അല്ല, ഒന്നുമില്ല. മനസ്സിലായി? കറി മാർക്കറ്റിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ മുളകിൻ്റെ വലിപ്പവും സൗന്ദര്യവും മാത്രം നോക്കിയാൽ മതി. പക്ഷെ അതിനകത്ത് ഒന്നുമില്ല. അത് ബീച്ചിങ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വണ്ടർഫുൾ ബീച്ചിങ്ങാണ്. എന്നുവെച്ചാൽ കപ്പ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ 2.5 തുടവാ. എന്തിനു കൊള്ളാം? അതിനകത്തൊന്നുമില്ല. അപ്പോൾ 2.5 തുടം നോക്കിയിട്ട് കാര്യമില്ല. അത്രയേ ഉള്ളൂ. നേന്ത്രപ്പഴം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 1.5 നേന്ത്രപ്പഴമാണ്. മനസ്സിലായോ? എന്തൊക്കെ ഇട്ട് വലിപ്പം കൂട്ടിയെടുക്കുക. മനസ്സിലായി? ആൾക്കാരിന്ന് പെയിൻ്റ് അടിച്ച് അട്രാക്ഷൻ കൂട്ടുന്ന പോലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെയും ആകർഷണം കൂട്ടുകയാണ്. എല്ലാത്തിനും ബാഹ്യ സൗന്ദര്യം മാത്രമേ. അതെ, ആന്തരികമായിട്ടൊന്നുമില്ല. മനുഷ്യൻ്റെ ഉള്ളിലില്ലാത്ത പോലെ തന്നെ മനുഷ്യൻ്റെ ഭക്ഷണത്തിലുമില്ല. അതുകൊണ്ട് ഡോക്ടർമാരാ തീരുമാനിക്കുന്നത്. ഒരു ഡോക്ടേഴ്സ് കാർഡ് ഉണ്ടാവും, ഒരു പാൻ കാർഡ് ഉണ്ടാവും അല്ലേ, പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ ഒരു ഹോസ്പിറ്റൽ ആശുപത്രിയിൽ ഉണ്ടാവും മിക്ക ആൾക്കാർക്കും. എന്തിനാണ്? കാരണം എന്നെ ഡോക്ടർ നോക്കട്ടെ, എനിക്ക് നോക്കാൻ സൗകര്യമില്ല. എനിക്ക് നോക്കാൻ സൗകര്യമില്ല. എത്രത്തോളം എനിക്ക് എന്നെ നോക്കാൻ സാധിക്കുന്നു, അതിൽ സത്യസന്ധമായിട്ട് എത്രത്തോളം സാധിക്കുന്നിടത്തോളം മതിയെന്നേ. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ നോക്കട്ടെ താല്പര്യം ഉണ്ടെങ്കിൽ. മനസ്സിലായി? നമുക്ക് എത്രത്തോളം നമ്മൾ രോഗമില്ലാണ്ട് നോക്കാൻ പറ്റുന്നു അതെങ്കിലും നോക്ക്. കൃത്യസമയത്ത് കൃത്യമായിട്ട് ആഹാരം കഴിച്ച്, ആഹാരം തന്നെത്താൻ പാചകം ചെയ്ത്. ഈ ആഹാരം ഉണ്ടാക്കിയെന്ന് പറയുന്നത് ഒരു നന്മയാണ്. ആഹാരം ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തത് ഒരു നമ്പർ 1 തിന്മയാണ്. ആഹാരം നമ്മൾ വിശക്കുമ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങണം. അതെ, രുചിയോട്ട് തുടങ്ങണം. ഒരു സൂചനയാണ് കേട്ടാ. ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങണം. അവിടെ വിശക്കുന്നുണ്ട് കുട്ടിക്ക്. നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ആഹാരം ഉണ്ടാക്കാൻ ഓക്കെ വീണ്ടും കാണാം. ആഹാരം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം.